Hi everyone, welcome back to another vlog. It's me Adira here and Vishagunda കൂടെ. Hello. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അഥവാ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ട്. അതെന്താണ് സംഭവം വിശാഖ് പറയുന്നതായിരിക്കും. ഇതിപ്പം നമുക്ക് കോവിഡിന് തന്നേക്കുന്ന ടെസ്റ്റ് കിറ്റ് ആണ്. ഇതിന് പറയുന്ന ലാറ്ററൽ ഫ്ലോ ഡിവൈസ് എന്നാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കോവിഡിന്റെ ടെസ്റ്റ് ചെയ്യാം. ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. എസ്പെഷ്യലി നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. നമ്മൾ ഹൈ റിസ്ക് സോണിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം കോവിഡ് എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും പോസിബിൾ അല്ല. ബിക്കോസ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അതിന് ഓൾട്ടർനേറ്റീവായിട്ട് അവരിപ്പോൾ നമുക്ക് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും തന്നു വിട്ടേക്കുന്ന സാധനമാണ്. ഇത് വെച്ച് നമുക്ക് വെനസ്ഡേ ആൻഡ് സാറ്റർഡേ 2 ദിവസം നമുക്ക് ഒരാഴ്ചയിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനോടകം തന്നെ നിങ്ങളിപ്പോ ഇത് കാണുന്ന ഇതില് ഒരു 80% എല്ലാവരും എന്താ പറയാ ഈ കോവിഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ടൈമില് അല്ലെ. ഒരുവിധം എല്ലാവരും എടുത്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. മേ ബി ഒരു അഡ്മിഷന്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ട്രാവലിംഗ് പേർപ്പസിന്റെ കാര്യത്തിനോ ഒക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന സംഭവമാണ് എങ്ങനെയാണ് ഒരു സ്വാബ് ടെസ്റ്റ് എടുക്കണേന്നുള്ളത്. എന്നാലും നമ്മൾ വിചാരിച്ചു ഈ ഹോം കിറ്റ് അധികം നമ്മൾ കാണാത്ത ഒരു സംഭവമാണ്. അതിപ്പോ ഇനി ഫ്യൂച്ചറിൽ നമ്മള് വീട്ടിലേക്ക് എല്ലാവരിലേക്കും ഇത് എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കണക്കാക്കാം. അപ്പോ പറഞ്ഞ പോലെ തന്നെ നിങ്ങള് ഒരുവിധം എല്ലാവർക്കും അറിയാം വിശാഖ NHS സ്റ്റാഫാണ് ഇവിടെ. അപ്പൊ നമ്മള് UK ഇത് അവൈലബിൾ ആണ്. ഇപ്പോ ഇവർക്ക് മാത്രമാണ് കേട്ടോ, സ്റ്റാഫ്സിന് മാത്രമേ ഉള്ളൂ. നമ്മൾ അല്ലാതെ പബ്ലിക്കിന് ഇത് അവൈലബിൾ അല്ല. അപ്പൊ എന്തായാലും ഇത് എങ്ങനെയാണ് നമ്മള് വീട്ടിൽ ചെയ്യുന്നതെന്നും അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് നമുക്ക് NHS തന്ന കോവിഡ് ടെസ്റ്റിനുള്ള കിറ്റാണ്. ഇതിനകത്ത് പറഞ്ഞേക്കുമ്പോൾ വെനസ്ഡേയും സാറ്റർഡേയും വേണം നമുക്കിത് ചെയ്യാനായിട്ട്. തുറന്ന് ഇതിനകത്ത് എന്നൊക്കെ ഉള്ളതെന്ന് ആദ്യം നോക്കാം. ഇന്നോവ എന്ന് പറഞ്ഞ കമ്പനിയാണിത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ സാധനമായിട്ട് കുറച്ച് സാമ്പിളിങ് സ്വാബ്സ് വന്നിട്ടുണ്ട്. യു ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ഇറ്റ്. ഇതിനൊരു സൈഡിൽ സ്പോഞ്ചി ആയിട്ടുള്ള ഇതാണ് നമ്മുടെ നോസ്ട്രലിനകത്തോട്ട് പോകുന്നത്. ഇത് ഹോൾഡ് ചെയ്യാനുള്ള സാധനമാണ്. ഇത് തുറന്ന് പിന്നെ കാണിക്കുന്നതായിരിക്കും. ഇത് സ്വാബ്. ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ് കാർട്രിഡ്ജുകൾ. ഇതിൻ്റെ യൂസ് ഞാനത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും വിശദമായിട്ട് കാണിക്കാം. ഈ ട്യൂബിനകത്തോട്ടാണ് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ വെക്കുന്നത്. അപ്പോൾ അത് ഇടാനുള്ളതും അത് പിന്നെ സീൽ ചെയ്യാനായിട്ടുള്ള ക്യാപ്പും ഉണ്ട്. ശരിക്കും സീലിംഗ് ആവുന്നില്ല, ചുമ്മാ അടച്ചു വെക്കാന്നുള്ളതാണ്. കഴിഞ്ഞതിനകത്തൊരു വേണം അത് പുറത്തെടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേര് എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ ആണ്. ഇതിൻ്റെ യൂസ് ഞാൻ ഇത് ചെയ്ത് തുടങ്ങാൻ നേരത്ത് വിശദമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓൾറൈറ്റ്, ഈ ലീഫ്ലെറ്റ്സ് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ടെസ്റ്റിൻ്റെ ശരിക്കുള്ള പേര് ലാറ്ററൽ ഫ്ലോ ആൻറ്റിജൻ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഈ ലീഫ്ലെറ്റുകളിൽ. അതിനകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ബാക്കി ഇൻഫർമേഷനൊക്കെയാണ്. ഇത് കോവിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഹോസ്പിറ്റലിലോട്ടുള്ള ലിങ്ക്, ഹോസ്പിറ്റൽ വെബ്സൈറ്റിലോട്ടുള്ള ലിങ്ക് കിട്ടും, സെക്യൂർ ലിങ്ക്. അതുവഴി നമ്മുടെ ടെസ്റ്റ് എല്ലാം ആ വെബ്സൈറ്റിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യണം വീക്ക്ലി. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്. ഇതിനകത്ത് മൊത്തം പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സ്വാബ് എടുക്കേണ്ടതെന്നും പിന്നെ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും പിന്നെ അതിൻ്റെ റീഡിങ് എങ്ങനെയാണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അതും എനിക്കത് ഇൻവാലിഡ് ആണോ എന്നുള്ള കാര്യമെല്ലാം എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പയ്യെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ,
ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് അവർ പറഞ്ഞേക്കുന്നത് ജെന്റ്ലി പ്ലോ യു നോസ് ഇൻ ടു എ ടിഷ്യൂ ടു ഗെറ്റ് റിഡ് ഓഫ് എക്സസ് മ്യൂക്കസ് എന്നാണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഹാൻഡ് ജസ്റ്റ് ഒന്ന് സാനിറ്റൈസർ വെച്ച് വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ നോസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സാനിറ്റൈസർ വെച്ച് നമ്മുടെ കൈ ഒന്നുകൂടെ വൈപ്പ് ചെയ്തെടുക്കണം. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി സ്റ്റെപ്പ് തൊട്ട് നമുക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഡിസ്പോസിബിൾ സാമ്പിളിംഗ് സ്വാബ് എടുക്കുക എന്നുള്ളതാണ്. സ്വാബ് എടുത്തിട്ട് സ്വാബിൻ്റെ 2 എൻഡുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു സോഫ്റ്റ് എൻഡും ഉണ്ട്, ഒരു ഹാർഡ് എൻഡും ഉണ്ട്. നമ്മൾ സോഫ്റ്റ് എൻഡാണ് നമ്മുടെ നോസ്ട്രിലിൽ പോകുന്നത്. നമ്മൾ ഇത് എടുക്കുന്നു, എന്നിട്ടിങ്ങനെ തുറന്ന് വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ എക്സ്ട്രാക്ഷൻ ട്യൂബ് എടുത്തിട്ട് എവിടെയെങ്കിലും അപ്രൈറ്റ് ആയിട്ട് വെക്കണം എന്ന് പറയുന്നത്. ചുമ്മാ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് കൂടെ വെക്കാം, കുഴപ്പമില്ല. സോറി, ഇങ്ങോട്ട് വെക്കാം. ഇനി നമ്മുടെ എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ്റെ മുകളിലൊരു കുഞ്ഞ് സ്ക്രൂ പോലത്തെ ഒരു സാധനം ഇങ്ങനെ തിരിച്ചിട്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. ഇത് അൺസ്ക്രൂ ചെയ്ത് മാറ്റി വെക്കണം. ഇനിയിപ്പം ഈ എക്സ്ട്രാക്ഷൻ ട്യൂബിനകത്തോട്ട് ഈ എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ സൊല്യൂഷൻ ഒരു 6 ഡ്രോപ്സ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ഡ്രോപ്പ്, സെക്കൻഡ്, 3, 4, 5, 6. ഞാൻ സൈഡിലോട്ട് ചുമ്മാ ചാരി വെക്കുകയാണ്. ഇനി നമ്മുടെ ഈ സാമ്പിളിംഗ് സ്വാബ് ഓപ്പൺ ചെയ്യണം. സാമ്പിളിംഗ് സ്വാബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോസ്ട്രലിനകത്തോട്ട് ഏകദേശം 1.5 സെൻറ്റിമീറ്റർ ഇൻസേർട്ട് ചെയ്യണം. അത് ഏകദേശം ഇത്രയും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് 10 ടൈംസ് നമ്മുടെ ഈച്ച് നോസ്ട്രലിലും അതിങ്ങനെ തിരിക്കണം, റൊട്ടേറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാബ് നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ സ്വാബ് വെച്ച് നമുക്ക് സാമ്പിൾസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നോസ്ട്രലിനകത്തോട്ട് ഏകദേശം 1.5 സെൻറ്റിമീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് 10 തവണ നമ്മുടെ ഈച്ച് നോസ്ട്രലിനകത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എളുപ്പമുള്ള പണിയല്ല. എക്സ്ക്യൂസ് മീ. ഇനി ഇത് അങ്ങനെ ചെയ്തിട്ട് സാമ്പിൾ എടുക്കുന്നു. സാമ്പിൾ എടുത്തിട്ട് ഈ എക്സ്ട്രാക്ഷൻ ട്യൂബിനകത്തോട്ട് നമ്മളിത് കെയർഫുള്ളി ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിൻ്റെ സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ ഡിപ്പ് ചെയ്യണം. എന്നിട്ട് ഈ സ്വാബ് ഈ ട്യൂബിനകത്തോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ട്യൂബ് നമ്മൾ പിഞ്ച് ചെയ്യണം. പിഞ്ച് ചെയ്തിട്ട് ഇത് പിഞ്ച് ചെയ്യുന്നതിലൂടെ തന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 10 സെക്കൻഡോളം ഇതിങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സാധനം വെളിയിലെടുക്കുക, ഇത് ഡിസ്കാർഡ് ചെയ്യാൻ മതി. പിന്നെ തൽക്കാലത്തേക്ക് ഞാനിത് നമ്മുടെ പഴയ ഇതിനകത്തോട്ട് തന്നെ വെക്കുകയാണ്. ഇത് എന്നിട്ട് പിന്നെ നമുക്ക് അടയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ ആൻറ്റിജൻ ടെസ്റ്റ് കാർട്രിഡ്ജ് പയ്യെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവമാണ് നമുക്ക് കിട്ടുക. ഇവിടെ പല 2 പോർട്ടുണ്ട് നമുക്ക്. ഈ ഒരു പോർട്ടിനകത്താണ് നമ്മുടെ സാമ്പിള് നമുക്ക് ചെറിയ 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ചെയ്യാം നമുക്ക്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഈ എസ് എന്നുള്ള പോർട്ടിലോട്ട് 2 ഡ്രോപ്പ് സാമ്പിള് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഡ്രോപ്പ്, സെക്കൻഡ് ഡ്രോപ്പ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഹാഫ് ആൻ അവർ വേണം നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട്. സോ ഹാഫ് ആൻ അവർ നേരത്തേക്ക് നമുക്ക് ഒരു
അലാം വെക്കാം. ഓക്കെ, നമ്മളിപ്പം ഹാഫ് ആൻ അവർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടെസ്റ്റ് നോക്കാനായിട്ടുള്ള സമയമായി. സോ ടെസ്റ്റ് ഒന്ന് നോക്കാം. ടെസ്റ്റ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ ടെസ്റ്റ് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ഈ സിയുടെയും ടിയുടെയും നേരെ ഓരോ ലൈൻ വരും. നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ സിയുടെ നേരെ മാത്രമേ ഈ ലൈൻ വരത്തുള്ളൂ. സോ എൻ്റെ ടെസ്റ്റ് ഇപ്പം നെഗറ്റീവാണ്. ഇനിയിപ്പോൾ മൂന്നാമതൊരെണ്ണം വരുന്നത് ഒത്തിരി ടെസ്റ്റ് ഇങ്ങനെ ഇൻവാലിഡ് ആയി പോകാറുണ്ട്. ഈ ടിയുടെ നേരെ മാത്രമാണ് ഒരു ലൈൻ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻവാലിഡ് ആണെന്നാണ്. ഓക്കെ, അഗെയിൻ സിയും ടിയും വന്നാൽ പോസിറ്റീവ്, സി മാത്രമാണെങ്കിൽ നെഗറ്റീവ്, ഇൻവാലിഡ് ആണെങ്കിൽ ടിയുടെ നേരെ മാത്രമായിരിക്കും ലൈൻ വരുന്നത്. അഗെയിൻ ഐ ആം നെഗറ്റീവ് നൗ ബിക്കോസ് സിയുടെ നേരെയാണ് ലൈൻ വന്നേക്കുന്നത്. സി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ അഥവാ ഇനി ടെസ്റ്റ് കിറ്റ് നമ്മളുടെ എല്ലാവർക്കും എത്തുമ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. നമുക്കിതിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് ഒബിയസ്ലി ഇത് പുതുതായിരിക്കില്ല, എന്നാലും ഇത് ഇതുവരെ കാണാത്തവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആവണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ബൈ ബൈ.